ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് 100% കൺഫേംഡ് ആയിട്ടുള്ള കുറച്ചധികം കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റും കാര്യങ്ങളും നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റിലും കൺഫർമേഷൻ ലിസ്റ്റിലും പറഞ്ഞിരിക്കുന്ന പലരും ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 7 പങ്കെടുക്കുന്നുണ്ട്. അവരെല്ലാവരും ചെന്നൈയിൽ സെറ്റിൽ എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് ഇപ്പൊ കൺഫേംഡ് ആയിട്ട് അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതുവരെ ബിഗ് ബോസ് മലയാളം സീസൺ 7 മത്സരാർത്ഥികളായിട്ട് പങ്കെടുക്കാനായിട്ട് ആരൊക്കെയാണ് സെറ്റിൽ എത്തിച്ചേർന്നത്, ആ ഒരു കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഒരു കംപ്ലീറ്റ് ലിസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് പുതുപുത്തൻ വിശേഷങ്ങളൊക്കെ ആയിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7 കണ്ടസ്റ്റൻസ് ആയിട്ട് പങ്കെടുക്കാനായിട്ട് ഈ ഒരു സമയത്ത് സെറ്റിൽ എത്തിച്ചേർന്നത്, ചെന്നൈയിൽ എത്തിച്ചേർന്നത് ആരൊക്കെയാണെന്നാണ് ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ ആദ്യത്തെ പേര് സ്റ്റാർ മാജിക് ഫെയിം ആയിട്ടുള്ള അനുമോളാണ്. നമ്മളുടെ ആദ്യം മുതലേക്കുള്ള പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. അനുമോൾ ഇതാ ചെന്നൈയിൽ സെറ്റിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ ലിസ്റ്റിൽ അടുത്തതായിട്ട് പറയുന്നത് കലാഭവൻ സരികയുടെ പേര് ഞാൻ കുറച്ച് നാളുകൾ മുമ്പാണ് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. സരിക ബിഗ് ബോസ് ഹൗസിൽ ഒരു കൺഫേംഡ് കണ്ടസ്റ്റന്റ് ആയിട്ടുണ്ട്, ചെന്നൈയിൽ സെറ്റിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ ലിസ്റ്റിൽ അടുത്തതായിട്ട് പറയുന്നത് രഞ്ജിത്ത് മുൻഷി. അപ്പോൾ ഈ പറയുന്ന രഞ്ജിത്ത് മുൻഷിയും ഈ അടുത്ത കാലത്താണ് നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ വന്നത്. പുള്ളിക്കാരനും കൺഫേംഡ് ആണ്, ചെന്നൈയിൽ സെറ്റിൽ എത്തിയിട്ടുണ്ട്. അടുത്തതായിട്ട് ചെന്നൈയിൽ സെറ്റിൽ എത്തിയാക്കുന്ന മറ്റൊരു കണ്ടസ്റ്റന്റ് ആണ് നമ്മുടെ ശാരിക. ഇന്റർവ്യൂവർ ആയിട്ടുള്ള ഹോട്ട് സീറ്റ് നമ്മുടെ ശാരിക ചെന്നൈയിൽ സെറ്റിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്താവോ എന്തോ ഒരു ഹോട്ട് സീറ്റ് പരിപാടി ബിഗ് ബോസ് ഹൗസിൽ കൊണ്ടുവരും, നമുക്ക് നോക്കാം എന്തൊക്കെയാണെങ്കിലും. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ ലിസ്റ്റിൽ അടുത്ത പേര് പറയുന്നത് അക്ബർ ഖാൻ ആണ്. ഏഷ്യാനെറ്റിലെ സ്റ്റാർ സിംഗറിലെ മെന്ററും അതുപോലെ ഒരു പാട്ടുകാരനുമായിട്ടുള്ള അക്ബർ ഖാൻ ബിഗ് ബോസ് ഹൗസിൽ കൺഫേംഡ് ആണ്, ചെന്നൈയിൽ സെറ്റിൽ എത്തിയിട്ടുണ്ട്. അടുത്തതായിട്ട് പറയുന്നത് ആദിലയും നോറയും ബിഗ് ബോസ് ഹൗസിലേക്ക് കൺഫേംഡ് ആണ്. ഇവർ രണ്ടുപേരും രണ്ട് കണ്ടസ്റ്റന്റ് ആണോ ഒരു കണ്ടസ്റ്റന്റ് ആണോ എന്ന് മാത്രം ഇനി അറിഞ്ഞാൽ മതി. അപ്പൊ ആദിലയും നോറയും ബിഗ് ബോസ് ഹൗസിൽ കൺഫേംഡ് ആണ്, കപ്പിൾസ് ആണ്, കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. അടുത്തതായിട്ട് പറയുന്നത് നമ്മുടെ ബിന്നി സെബാസ്റ്റ്യൻ. നമ്മുടെ ആദ്യം മുതൽക്കുള്ള പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. ഗീതാ ഗോവിന്ദം സീരിയൽ ഫെയിം ആയിട്ടുള്ള ബിന്നി സെബാസ്റ്റ്യൻ ബിഗ് ബോസ് ഹൗസിലേക്ക് ഇപ്പൊ കൺഫേം ആയിട്ടുണ്ട്. അടുത്തതായിട്ട് അപ്പാനി ശരത്ത് നമ്മൾ ആദ്യം മുതൽക്കേ പറയുന്ന ഒരു ആക്ടറാണ്. അപ്പാനി ശരത്ത് ഒരുപാട് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പാനി ശരത്തും ബിഗ് ബോസ് ഹൗസിൽ കൺഫേം ആയിട്ടുണ്ട്, സെറ്റിൽ എത്തിയിട്ടുണ്ട്. അടുത്തതായിട്ട് പറയുന്നത് ഷാനവാസ് ഷാനു. നമ്മുടെ ഏഷ്യാനെറ്റിലെ പറയുന്ന ഒരുപാട് സീരിയലുകളിൽ, നമ്മുടെ സീത സീരിയലിലൊക്കെ നമ്മുടെ സ്വാസികക്കൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഷാനവാസ് ഷാനു ബിഗ് ബോസ് മലയാളം സീസൺ 7 കൺഫേംഡ് ആണ്, സെറ്റിൽ എത്തിയിട്ടുണ്ട്. അടുത്തതായിട്ട് നിങ്ങൾ എല്ലാവരും ഒരുപാട് എക്സ്പെക്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു പേര് രേണു സുധി. നമുക്കറിയാം, കോൺട്രവേഴ്സി ക്യൂൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോഷ്യൽ മീഡിയയിൽ രേണു സുധിയുടെ ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ അത് ലക്ഷക്കണക്കിന് വ്യൂ അടിക്കാണ്ട് പോവില്ല. അത്രയും വലിയൊരു കോണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ ഒരു കോൺട്രവേഴ്സി ക്രിയേറ്റർ ആയിട്ട് രേണു സുധി മാറിയിട്ടുണ്ട്. പുള്ളിക്കാരത്തി ബിഗ് ബോസ് ഹൗസിലേക്ക് കൺഫേംഡ് ആണ്, പക്ഷേ സെറ്റിൽ എത്തിയതായിട്ട് നമുക്ക് കൺഫേംഡ് അപ്ഡേറ്റ് കിട്ടിയിട്ടില്ല. പക്ഷെ ബിഗ് ബോസ് ഹൗസിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് കൺഫേം ആയിട്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിൽ കൺഫേംഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള കുറച്ചധികം പേര് സെറ്റിൽ എത്തിയോ എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു സംശയമുണ്ട്. അവരുടെ പേര് കൂടി ഒന്ന് പറഞ്ഞേക്കാം. മറ്റാരുമല്ല, രേഖ രതീഷ് നമ്മുടെ ഏഷ്യാനെറ്റിലെ പരസ്പരം സീരിയൽ ഫെയിം ആയിട്ടുള്ള രേഖ രതീഷ് കൺഫേംഡ് ആണ്, പക്ഷെ സെറ്റിൽ എത്തിയതായിട്ട് അറിഞ്ഞിട്ടില്ല. ഓൾറെഡി അവിടെ ഉണ്ടാവും. നമ്മൾ ന്യൂസ് കിട്ടുവാണെങ്കിൽ നമുക്ക് നാളെ ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അടുത്തതായിട്ട് പറയുന്നത് ആർ ജെ അഞ്ജലി ആയിരുന്നു ആദ്യം ആ ഒരു സീറ്റിൽ ഇരുന്നിരുന്നത്. പെട്ടെന്ന് വന്ന് അഞ്ജലിയെ തട്ടി മാറ്റിക്കൊണ്ട് ആർ ജെ ബിൻസി കയറി ഇരുന്നാണ്. ബിൻസി കൺഫേംഡ് ആണ്, പക്ഷെ സെറ്റിൽ എത്തിയതായിട്ട് നമ്മൾ അറിയാനായിട്ട് സാധിച്ചിട്ടില്ല. അടുത്തതായിട്ട് പറയുന്നത് സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആയിട്ടുള്ള ദീപക് മോഹനും ഈ ഒരു സീസണിൽ കൺഫേംഡ് ആയിട്ടുണ്ട്, സെറ്റിൽ എത്തിയതായിട്ട് അറിഞ്ഞിട്ടില്ല. പക്ഷെ ദീപക് മോഹനും ഈ ഒരു സീസണിൽ പങ്കെടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് പറയുന്നത് അഭിശ്രീയാണ്. നമ്മുടെ കാതോട് കാതോരം സീരിയൽ ഫെയിം ആയിട്ടുള്ള അഭിശ്രീ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു കൺഫേംഡ് കണ്ടസ്റ്റന്റ് ആണ്. അടുത്തതായിട്ട് പറയുന്നത് ആര്യൻ കദോരിയ ഒരു ആക്ടറാണ്. നമ്മുടെ ഹോളിവുഡ് ആക്ടേഴ്സിന്റെ ഒക്കെ ഒരു ഷേപ്പ് ഒക്കെ ഉണ്ട് പുള്ളിക്കാരന്. അപ്പൊ ആര്യൻ കദോരിയയും ബിഗ് ബോസ് ഹൗസിലേക്ക് ഒരു കൺഫേംഡ് കണ്ടസ്റ്റന്റ് ആയിട്ടുണ്ട്. അടുത്തതായിട്ട് ഒണിയൽ സാബു, നമ്മുടെ ഫുഡ് വ്ളോഗറും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ഒക്കെ ആയിട്ടുള്ള ഒണിയൽ സാബും ബിഗ് ബോസ് ഹൗസിലേക്ക് ഈ പ്രാവശ്യം കൺഫേംഡ് ആണ്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഈ പറയുന്ന കുറച്ച് പേരുകളുണ്ട്, പക്ഷെ അവര് ബിഗ് ബോസ് ഹൗസിൽ ഇപ്പൊ കൺഫേംഡ് ആണ്. പക്ഷെ എന്താണ്, അവർ ഇവിടെ നിന്ന് ഫ്ലൈറ്റ് കയറിയതായിട്ടോ അല്ലെങ്കിൽ അവിടെ സെറ്റിൽ എത്തിച്ചേർന്നതായിട്ടോ നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടില്ല. എന്തായാലും ആ ഒരു ലിസ്റ്റ് കൂടി പറയാണ്. നമ്മുടെ ഫാഷൻ കൊറിയോഗ്രാഫർ ആയിട്ടുള്ള നെവിൻ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു കൺഫേംഡ് കണ്ടസ്റ്റന്റ് ആണെന്ന് കേൾക്കുന്നു.
അടുത്തതായിട്ട് നമ്മുടെ ഏഷ്യാനെറ്റിൽ ഒരു സീരിയൽ താരമായിട്ടുള്ള ജിഷിൻ മോഹൻ ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് ഒരു കൺഫേംഡ് കണ്ടസ്റ്റന്റ് ആണെന്ന് കേൾക്കുന്നു. അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7ൽ 100% കൺഫേംഡ് ആയിട്ടുള്ള 18 മത്സരാർത്ഥികളുടെ ലിസ്റ്റാണ് ഇപ്പൊ നമ്മൾ പങ്കുവച്ചത്. ഇതിൽ നിന്ന് നമ്മൾ ഈ പറയുന്ന സെറ്റിൽ എത്തിച്ചേർന്നതായിട്ട് കൺഫേം ആയിട്ട് അറിഞ്ഞിട്ടുള്ള കുറച്ച് വ്യക്തികളുടെ പേര് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനുമോള്, സരിക, നമ്മുടെ രഞ്ജിത്ത് മുൻഷി, ഷാരിക, അക്ബർ ഖാൻ, ആദിലൈൻ നോറയും, ബിന്നി സെബാസ്റ്റ്യൻ, അതുപോലെ അപ്പാനി ശരത്ത്, ഷാനവാസ് ഷാനു, ഇത്തരത്തിലുള്ള വ്യക്തികൾ അവിടെ ചെന്നൈയിൽ സെറ്റിൽ എത്തിച്ചേർന്നത് നമ്മൾ കൺഫേം ആയിട്ട് അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇവരൊക്കെ നമ്മുടെ ആദ്യം മുതൽക്കുള്ള പ്രൊഡിക്ഷൻ ലിസ്റ്റിലും കൺഫർമേഷൻ ലിസ്റ്റിലൊക്കെ ഇടം പിടിച്ചിട്ടുള്ള വ്യക്തികളാണ്. ഇവരൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. സാധാരണ രീതിയിൽ എന്താണ് ഈ പറയുന്ന ഒരുപാട് ചീത്തവിളികൾ നമ്മൾ ഇത്രയുള്ള വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ കേൾക്കും, എവിടെ നിന്നാണ് ഇൻഫർമേഷൻ കിട്ടുന്നത്, ഇവരൊക്കെ വരുമോ, ഇതൊക്കെ വെറുതെ ഉടായിപ്പാണെന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇവരൊക്കെ ബിഗ് ബോസ് മലയാളം സീസൺ 7ൽ ഒരു കൺഫേംഡ് കണ്ടസ്റ്റന്റ് ആയിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ എന്താണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇവരെയൊക്കെ നമുക്ക് ബിഗ് ബോസ് ഹൗസിൽ കാണാം. ഓഗസ്റ്റ് മാസം 3-ാം തീയതി രാത്രി 7 മണിക്ക് ജിയോ ഹോട്ട്സ്റ്റാറിലും ഏഷ്യാനെറ്റിലും നമുക്ക് ഇവരുടെ ഗെയിമും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങാം. എങ്ങനെയൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം. രേണു സുധിയുടെ കാര്യം നിങ്ങൾ എടുത്തെടുത്ത് ചോദിക്കേണ്ട. രേണു സുധി കൺഫേംഡ് ആണ്, പക്ഷെ ചെന്നൈയിൽ സെറ്റിൽ എത്തിച്ചേർന്നതായിട്ട് നമ്മൾ അറിഞ്ഞിട്ടില്ല. അതറിയുകയാണെങ്കിൽ ഒരു സെപ്പറേറ്റ് വീഡിയോ പുള്ളിക്കാരത്തേക്ക് വേണ്ടി മാത്രം ഇടുന്നതായിരിക്കും. കാരണം അത്രയും എക്സ്പെക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അത്രയും കാത്തിരിക്കുകയാണ് ഓരോരോ വ്യക്തികളും. രേണുസുതി ഉണ്ടോ ഇല്ലയോ വേണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് ഇരിപ്പുണ്ട്. അതറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓഗസ്റ്റ് മാസം 3-ാം തീയതിയാണ്. എല്ലാ കണ്ടസ്റ്റൻസും ഇപ്പോ എന്താണ് ചെന്നൈയിൽ സെറ്റിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവിടെ ഹോട്ടലിലാണ് അവർ താമസിക്കുന്നത്. അതിനുശേഷം നാളെയൊക്കെ ആയിട്ട് അവർക്ക് ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് ഡാൻസിന്റെ പ്രാക്ടീസ്, ഡാൻസിന്റെ ഷൂട്ട്, അതൊക്കെ നാളെ ആയിരിക്കും. ഓഗസ്റ്റ് മാസം 1-ഉം 2-ഉമായിട്ടായിരിക്കും ഈ പറയുന്ന ഡാൻസിന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. എന്നിട്ട് അവര് ആ ഒരു സ്റ്റേജ് പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് വെക്കും. അതിനുശേഷമാണ് ഓഗസ്റ്റ് മാസം 2-ാം തീയതിയാണ് ഈ പറയുന്ന ലാലേട്ടൻ എന്താണ് സ്റ്റേജിൽ എത്തുന്നതും നേരിട്ട് ഇവരോട് ഇന്ററാക്ട് ചെയ്ത് പറയുന്ന ഇൻട്രൊഡ്യൂസ് ഒക്കെ ചെയ്ത് ഇവരെ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറ്റി വിടുന്നത്. നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. ഈ പറയുന്ന കണ്ടസ്റ്റൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ അവരൊരു ഡാൻസ് കളിക്കും. അതേ കോസ്റ്റ്യൂമിൽ തന്നെ ആയിരിക്കും ഒരു ബിഗ് ബോസ് ഹൗസിൽ കയറി പോകുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് 1 ഡേ എടുക്കുന്ന പരിപാടിയാണെന്ന്. അല്ല, ഇത് ഓഗസ്റ്റ് മാസം 1-ാം തീയതിയാണ് അതേ സെയിം കോസ്റ്റ്യൂമിൽ അവർ ആ ഒരു ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് അതിന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ലാലേട്ടൻ വന്നതിന് ശേഷം അതേ കോസ്റ്റ്യൂമിൽ തന്നെയാണ് ലാലേട്ടന്റെ മുമ്പിൽ ചെന്നിട്ട് ലാലേട്ടന്റെ അടുത്ത് ടാറ്റയൊക്കെ പറഞ്ഞ് അനുഗ്രഹമൊക്കെ വാങ്ങി ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്നത്. ഇത് ഓഗസ്റ്റ് മാസം 1-ഉം 2-ഉമായിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. ഓഗസ്റ്റ് മാസം 3-ാം തീയതി നമുക്കിത് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് ബിഗ് ബോസിലെ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പൊ എല്ലാവരും ഹോട്ടലിലുണ്ട്. അവരുടെ ചെക്കപ്പും അതുപോലെ തന്നെ എല്ലാ സംഭവങ്ങളും ഇന്നും നാളെയൊക്കെ ആയിട്ട് സെറ്റാക്കി വെക്കും. നാളെ ഷൂട്ട് ഉണ്ടാവും, പ്രാക്ടീസ് ഉണ്ടാവും, ഡാൻസിന്റെ പരിപാടി ഉണ്ടാവും. എല്ലാ പരിപാടികളും നാളെക്കുള്ളിൽ തീർത്ത് ഓഗസ്റ്റ് മാസം 2-ാം തീയതി, അതായത് മറ്റന്നാൾ ഈ പറഞ്ഞ കണ്ടസ്റ്റൻസ് എല്ലാവരും ലാലേട്ടന്റെ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് ബിഗ് ബോസ് ഹൗസിൽ കയറുന്നതായിരിക്കും. അപ്പൊ എന്തൊക്കെയാണെങ്കിലും 17 മത്സരാർത്ഥികൾ എന്താണ് സെലിബ്രിറ്റി മത്സരാർത്ഥികളും ഒരു കോമണറും, ഒരു ആൺകുട്ടി ആയിട്ടുള്ള കോമണർ ആണെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. യങ് ആയിട്ടുള്ള ഒരു യൂത്തിനെയാണ് ഈ പ്രാവശ്യം കൊണ്ടുവരുന്നത്. ഫീമെയിൽസിനെ കൊണ്ടുവന്നവർക്ക് മടുത്തു എന്നാണ് തോന്നുന്നത്. കാരണം ഈ പ്രാവശ്യം ഒരു മെയിൽ കോമണർ, ഒരേ ഒരു കോമണറേ ഉള്ളൂ. നമ്മൾ പണ്ടിട്ട് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരേ ഒരു കോമണർക്ക് മാത്രം ഈ പ്രാവശ്യം ഫസ്റ്റ് ചാൻസിൽ അല്ലെങ്കിൽ ഫസ്റ്റ് കയറി ചെല്ലുമ്പോൾ ഒരേ ഒരു കോമണർ മാത്രം ഉണ്ടാവുള്ളൂ. ഒരു കോമണറേ ഉള്ളൂ. അതൊരു ആൺകുട്ടിയാണ്. ഏകദേശം ഒരു യൂത്തനാണ് പുള്ളിക്കാരൻ. അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും പുള്ളിക്കാരനും വരുന്നതായിരിക്കും. അങ്ങനെ 18 മത്സരാർത്ഥികൾ, 17 മത്സരാർത്ഥികൾ സെലിബ്രിറ്റി കണ്ടസ്റ്റൻസും ഒരു കോമണറും ആയിരിക്കും നാളെ മറ്റന്നാൾ ബിഗ് ബോസ് ഹൗസിൽ കയറുന്നത്. ഓഗസ്റ്റ് 3-ാം തീയതി നമുക്കിത് കാണാനായിട്ട് സാധിക്കും. എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുള്ള പുതുപുത്തൻ വിശേഷങ്ങളൊക്കെ ആയിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പൊ നമ്മൾ പറഞ്ഞ 17 അല്ലെങ്കിൽ 18 പേരടങ്ങുന്ന ലിസ്റ്റിൽ ആര് വന്നാലാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്? തീർച്ചയായിട്ടും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റിനെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക്